വാട്സാപ്പ് യൂട്യൂബ്. ഇന്ന് ഒരു ചെറിയ റീസ്റ്റോറേഷൻ വീഡിയോ ആണ്, വേറൊന്നുമല്ല. എൻ്റെ ഈ ഹെഡ്ഫോൺ ഞാൻ ഒരു പൊളിഞ്ഞിളകിയ കണ്ടീഷനിൽ നിന്ന് ഈ പുത്തൻ കണ്ടീഷനിലേക്ക് റീസ്റ്റോർ ചെയ്ത് എങ്ങനെയെന്നാണ് ഈ വീഡിയോ. ആൻഡ് ബൈ ദ വേ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് 1K ഫോളോവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്, 1000 ഫോളോവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പം പരിപാടികൾ തുടങ്ങാം. ഹെഡ്ഫോണിൻ്റെ കണ്ടീഷൻ വളരെയധികം മോശമാണ്. അതായത് ഈ മഫെല്ലാം ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിന് വേണ്ടി മേടിച്ച മഫ്. ഇത് മേടിച്ചതല്ല, എൻ്റെ ഫ്രണ്ട് എബി അവൻ്റെ ബീറ്റ്സിൻ്റെ ഒരു ഹെഡ്ഫോണിന് കുഷ്യൻ മേടിക്കണമായിരുന്നു. അവൻ അതിൻ്റെ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ വന്നത് അവന് യൂസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൊണ്ടുവന്ന ഇത് ബോസിൻ്റെ ക്വയറ്റ് കംഫർട്ട് ഹെഡ്ഫോൺസിന് വേണ്ടിയുള്ള കുഷ്യനായിരുന്നു. നോക്കിയപ്പോൾ രണ്ടും ഒരേ സൈസ്. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ്. നമുക്ക് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാഡ്സ്, നെറ്റ്, പിന്നെ ഇതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പഡ്ജർ പോലെ ടൂളും ഇതിൻ്റെ കൂടെ ഉണ്ട്. അതുമാത്രമല്ല, ഈ ഹെഡ്ഫോൺസിൻ്റെ ഈ ബാൻഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട്, ബാൻഡിൻ്റെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഇതെല്ലാം ഇങ്ങനെ ഇളകി പോയി. ഇത് പ്ലാസ്റ്റിക്കിന് മുകളിൽ കൂടെ ഈ സ്പോഞ്ച് ഫിറ്റ് ചെയ്തത് കാരണം ഇത് നമുക്ക് ഊരാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടി ഇയർ ബാൻഡ് പ്രൊട്ടക്ടർ ഒരെണ്ണം മേടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇത് ഇതിന് മുകളിൽ കൂടെ ഇങ്ങനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഡ്രൈവർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എക്സ്ട്രാ 2 ഡ്രൈവറും മേടിച്ചിട്ടുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യുന്നതിനകത്ത്. അപ്പോൾ എങ്ങനെ പരിപാടി തുടങ്ങാം. ഇത് ഓൾറെഡി ഇളകിയിരിക്കുമായിരുന്നു. ഒന്ന് കട്ട് ചെയ്തരാ, ചെറിയ പണി കിട്ടി. പശയും കൂടെ ഒപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് മെയിൻ വേണ്ടത്, സ്പീക്കർ തിരിച്ചൊട്ടിക്കണമെങ്കിൽ. എനിക്ക് ഇതിനകത്ത് കിട്ടിയ സ്പഡ്ജർ കൊള്ളാം, മെറ്റലാ. ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറിൽ തീരാവുന്ന കാര്യമുള്ളൂ. എന്നാലും തന്ന സ്ഥിതിക്ക് ഇതുപോലെ ഇളക്കുക. 4 ലോക്കുണ്ട് ഇതിന്. ഇതാണ് അതിൻ്റെ ഫ്രെയിം. നമുക്ക് ക്ലീൻ ചെയ്യണം. മെഷൊക്കെ ഉണ്ട് ഇതിനകത്ത്, ഓൾറെഡി മെഷ് ഉള്ളതാണ്. ഇപ്പുറത്തെ സൈഡിലേയും കൂടെ അഴിച്ചേക്കാം. ഒരു സ്പോഞ്ച് ഇവിടെ ഉണ്ട്. ഇനി ഒറ്റ കാര്യമുള്ളൂ, തൊട്ടിക്കാൻ പശയുണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് മൂഞ്ചിയുടെ തൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ മറ്റേ 3M ടേപ്പ് എവിടെ കിടന്നുണ്ട്? താഴെയാണോ ഇവിടെയാണോ? ഈ ടേപ്പും വേണം. കാരണം ഈ മഫിന് സ്വന്തമായിട്ട് പശയില്ല. ഒരു കാര്യം ചെയ്യാം, ഈ മഫ് മാത്രമായിട്ടങ്ങ് ചെയ്യാം. അവരെ കത്തി എന്തിടാ പറഞ്ഞ കത്തി എന്തി എടാ, ഇത്ര നേരം ഇവിടെ വരെ ഉണ്ടായിരുന്ന കത്തിയല്ലേ. നമുക്ക് തൽക്കാലം ഈ കത്തി എടുക്കാം. ഇതിന് ബ്ലേഡ് ഇല്ല, ബ്ലേഡ് ഇടാം. ഇതിനകത്ത് തന്നെ ബ്ലേഡ് ഉണ്ടായിട്ട് അത് കാണുന്നില്ല. അത് കിട്ടി. കത്തി റെഡി. എന്നാലും നമ്മളെ മറ്റേ കത്തി എവിടെ പോയടേ? നീ കണ്ടോളാം. ഇത് ഇത്ര നേരം കഴിഞ്ഞ് ഇനി റെക്കോർഡിങ് കഴിഞ്ഞ് നീ നോക്കണം. നമ്മൾ ഈ വെച്ചടത്ത് തന്നെ കാണുമായിരിക്കും. മാക്കിൻ്റെ പുറകിലോ ഫസ്റ്റ്. ഇത് ചുമ്മാ കയറ്റി ഇടുന്ന ടൈപ്പാ, ഇത് ഒട്ടിക്കുന്ന ടൈപ്പാ. ഒറ്റക്കാരൻ ചോദിച്ചിട്ട്, എടാ ഇത് ഹെഡ്ഫോണിൻ്റെ മഫ് അല്ലെങ്കിൽ കുഷി എന്ന് പറയും. ഒട്ടിക്കുക എന്തിനാ? LCD ക്ലീനിങ് വൈപ്പ്. എനിക്കറിഞ്ഞൂടാ. 2 മഫും ഉണ്ട്, 2 ഫ്രെയിമും ഉണ്ട്. ഇങ്ങനെ ലാസ്റ്റ് 2 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ പൊളിച്ച് കീറി കുഷ്യൻസ് 2 ഒട്ടിക്കുക. അപ്പോൾ ഇത് ഇളക്കുന്ന അത്യാവശ്യം ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഞാൻ ഇത് ഇളക്കിയിട്ട് വരാം. ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി കുഷ്യൻ ഒന്ന് ഒട്ടിക്കാം. കുഷ്യൻ നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്. ഒന്ന് പുറത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇത്തിരി ഫേമായിട്ട് ഒട്ടാനായിട്ട്. ഒരു കുഷ്യൻ റെഡി. ഇനി അടുത്ത കുഷ്യൻ കൂടെ റെഡിയാക്കിയിട്ട് കാണാം. 2 കുഷ്യനും സെറ്റ് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ ഡ്രൈവർ റിപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇത് അഴിക്കാം. 3 സ്ക്രൂവേ ഉള്ളൂ. ഈ ഹെഡ്ഫോൺ ഞാൻ എന്തെങ്കിലും റിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. 2 ഓവർ ദി ഇയറും കൂടാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ കിട്ടിയത് ഒരു 5 മീറ്ററിൻ്റെ കേബിളും കൂടാണ്. പക്കാ സ്റ്റുഡിയോ ഹെഡ്ഫോണും കൂടാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽസ് കണ്ടു കഴിഞ്ഞാൽ. ഇനി മെനക്കേടാ, എന്നാലും ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്ത് സ്ഥിതിക്ക് നമുക്ക് കത്തി വെച്ച് പശയൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഡിഫക്റ്റീവ് ഡ്രൈവർ ആയതുകൊണ്ടാണ് ഞാൻ കുത്തി പൊളിച്ചെടുക്കുന്നത്.
മാത്രമല്ല ഈ സ്പോഞ്ച് പിഴിഞ്ഞെടുക്കണം. ഈ സ്പോഞ്ച് കൂടെ മാറ്റി വയ്ക്കാം. ഈ സെറ്റ് സോൾഡർ ചെയ്യാം. നല്ല സ്പീക്കറായിരുന്നു അത്. അങ്ങനെ ഒരു സ്പീക്കറിൻ്റെ റിപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് പശ ഇടേണ്ടി വരത്തില്ല, കാരണം ഓൾറെഡി ഇരുന്ന പശ അത്യാവശ്യം നല്ല ടൈറ്റ് വാഷർ പോലെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഒട്ടിക്കണ്ട. അപ്പോൾ അത് ഒട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഡ്രൈവർ റിപ്ലേസ്മെൻറ്റ് നടത്താം. പക്ഷേ കൊള്ളാം കേട്ടോ. റിപ്ലേസ്മെൻറ്റ് ഡ്രൈവറിന് പോലും ഇവിടെ സൈഡിലൊരു വെട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ എടുത്ത ഫെവി ബോണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും റിപ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും പെയറായിട്ട് തന്നെ റിപ്ലേസ് ചെയ്യണം. അടയ്ക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് അടിക്കണം. After testing. അങ്ങനെ ഇനിയിപ്പോൾ ചെയ്യാവുന്ന പരിപാടി അടയ്ക്കുക. അതിന് മുമ്പ് അത് തുടച്ചിട്ട് അടയ്ക്കാം. ഇങ്ങനെ റിപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് അടയ്ക്കാം. ഇനി ആ സ്പോഞ്ച് ഇടട്ടെ. ഇങ്ങനെ ഫോം റെഡിയായി. ഹെഡ്ഫോൺസിൻ്റെ സ്പീക്കർ റിപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാൻഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഈ ബാൻഡ് കവർ മേടിച്ചത്. വേറൊന്നും കൊണ്ടല്ല, ഇതൊരു പ്ലാസ്റ്റിക് ബാൻഡ് മണ്ടേ കൂടെ സ്പോഞ്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞാലും മെനക്കേടാണ്. അതിനാണ് ബാൻഡ് കവർ മേടിച്ചത്. ഇത് ആമസോണിലെല്ലാം വലിയ വിലക്കുറവിന് കിട്ടുന്നതാണ്. ഹെഡ്ഫോൺ ഇത്തിരി ചെറുതാണ് ഇതിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ. ബട്ട് സ്റ്റിൽ ബാൻഡിനൊരു കവറുമായി. അതുമാത്രമല്ല ഈ തൂക്കിയിടാൻ ഒരു ഹുക്കും കൂടെ ആയി. അങ്ങനെ നമ്മുടെ ഹെഡ്ഫോണിൻ്റെ റീസ്റ്റോറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. I hope you guys like this video. See you soon.